വെൽക്കം ടു ജെനീസ് വ്ലോഗ്. ഇന്ന് ഞാനൊരു പൂച്ച വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ പൂച്ചയുടെ ഡെലിവറിയാണ്. ഈ വീഡിയോ ഞാൻ ഒരു 14 ദിവസം എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോ. കുറച്ച് എടുത്തെടുത്ത് ചെയ്തതാണിത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒരു എലിയായിരിക്കുമെന്ന്. ഇതെന്തായിരിക്കും എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിനെ കണ്ടു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തത് വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് 3, 4, 5 കണ്ടിന്യൂസ് 5 പ്രസവിച്ചു. അപ്പൊ ഞാൻ ഇതിനെല്ലാം പേരിട്ടു. മൂത്തവന് ജിംബ്രു എന്നും, അടുത്തതിന് കുട്ടാപ്പി എന്നും, അടുത്തതിന് സിംബ, ബെല്ല, ലൂണ എല്ലാ പേരും ഇട്ടു. അങ്ങനെ 5 പ്രസവിച്ചു. പാവം ക്ഷീണിച്ച്. അവിടെ ഒരു കാർ ഷെഡിന്റെ അരികിലാണ് ഇവൻ കിടന്നത്. ഇവൻ ഒരു പ്രൊട്ടക്ഷനും ഇല്ല, ഒന്നുമില്ല, ഒരു തുണി പോലും കൊടുക്കാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് അവൻ പ്രസവിച്ചത്. എവിടുത്തെ പൂച്ചയാണെന്ന് പോലും എനിക്കറിയില്ല. പെട്ടെന്ന് വന്ന് നമ്മുടെ വീടിന്റെ മൂലയ്ക്ക് പ്രസവിച്ചതാണ്. ഞാൻ നോക്കുമ്പോ പുക്കിൾ കൊടി വരെ ഉണ്ട്. ഫുള്ള് ബ്ലഡ് ആയേക്കുക. കണ്ടോ, ഒരാളുടെ വാലിങ്ങനെ പുറത്തോട്ട് കാണാം. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ബോക്സും ഒരു തുണിയും കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇരുത്താമെന്ന് വിചാരിച്ചപ്പോഴും അവൻ അതിൻ്റെ അകത്ത് ഇരിക്കുന്നേ ഇല്ല. എന്തുവായാലും 5 പേരെയും പ്രസവിച്ച് സമാധാനമായിട്ട് ഒന്ന് കിടന്നു. ഒന്നിൻ്റെ കണ്ണ് തുറന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തൻ കാറിന്റെ ടയറിന്റെ ഇടയ്ക്കൂടെ എത്തി നോക്കി പതുക്കെ തൊട്ട് നോക്കുക. ഇവളുടെ പ്രസവിച്ച അമ്മയുടെ മൂത്ത മോനാണത്. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം പ്രസവിച്ച മോനാണ്. അവന് ഒരു പേടിയില്ല. അമ്മ എന്തെങ്കിലും ചെയ്യുമെന്നോ അങ്ങനെയുള്ള യാതൊരു പേടിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവന് അമ്മയുടെ അടുത്തേക്ക് വരും. അമ്മയാണെങ്കിൽ പാവം ഒന്നും ചെയ്യത്തില്ല. ഇവന്റെ കൈ കൈ വെച്ചിട്ട് പതുക്കെ തൊട്ട് നോക്കുക. അമ്മ ഉപദ്രവിക്കുവോ, അമ്മ ഓടിക്കുവോ എന്നൊക്കെ ഇങ്ങനെ നോക്കുക. പക്ഷെ അമ്മയ്ക്ക് ഒരു കൂസലും ഇല്ല. ഈ 5 കെട്ടിപ്പിടിച്ചങ്ങ് കിടക്കുക. പാലുകുടി പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിന്റെ കണ്ണൊന്നും തുറന്നിട്ടില്ല. കണ്ടോ? അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവനിങ്ങനെ നോക്കുക. നീ എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോവോ എന്നുള്ള ഒരു മുഖത്തില് നോക്കുവാണ്. കണ്ടോ, 5 പേരും പാല് കുടിച്ചിട്ട് മാറി ഇങ്ങനെ കിടക്കുകയാണ്. കണ്ണ് തുറക്കാൻ ഇനിയും കുറെ ദിവസം എടുക്കുമല്ലോ. കണ്ടോ, ഈ മൂത്തവന് യാതൊരു പേടിയില്ല. അമ്മയുടെ തൊട്ടടുത്ത് വന്നിട്ട് കിടക്കുക. അവനിങ്ങനെ നോക്കുക. ഞാനും ഇതുപോലെ ആയിരുന്നല്ലോ, പണ്ട് അമ്മ എനിക്കിതുപോലെ പാല് തന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കിടക്കുക. അവനടുത്തിങ്ങനെ കിടന്ന് ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇരിക്കുക. കുഞ്ഞമ്പീക്രി മേളിലേക്ക് കയറി പോവുക. ജിംറൂട്ടൻ അവൻ ഭയങ്കര ശല്യമാ. എപ്പോഴും പാലുകുടിയും മാന്തലും ഒക്കെയാ. പിന്നെ ഉറങ്ങാൻ തുടങ്ങി. മൂത്തവനും ഉറങ്ങുക സൈഡിൽ കിടന്ന്. കണ്ടോ, നമ്മളെല്ലാം അമ്മമാരും കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ പാല് കൊടുക്കുക, കുഞ്ഞുങ്ങൾ ഉറങ്ങുക, പാല് കൊടുക്കുക, കുഞ്ഞുങ്ങൾ ഉറങ്ങുക. നമ്മളുടെ ആഹാരമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കണ്ടോ, അതിൻ്റെ അകത്ത് ഒരുത്തൻ പോയി. ഇവനാണ് ജിംറുവിന് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടിയില്ല. ചേട്ടായിയുടെ അടുത്ത് പതുക്കെ പോയി നോക്കിയതാ. അമ്മയാന്ന് വിചാരിച്ചു പോയതാ. നോക്കിയ സാധാരണ പൂച്ചകളാണെങ്കിൽ ഓടിച്ചിടും. പക്ഷെ അറിയില്ല. തള്ളിക്കിളക്കി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നീ പോ, നമ്മുടെ അമ്മയുടെ അടുത്ത് പോ, എൻ്റെ അടുത്ത് പാലൊന്നും ഇല്ല എന്നിങ്ങനെ പറയുക. അങ്ങനെ ചവിട്ടി അവൻ തള്ളി അങ്ങ് കളയും. അമ്മയ്ക്ക് നോക്കിക്കേ,
പാല് കുടിച്ച് കുടിച്ച് വിടുന്നേ ഇല്ല. പാല് കുടി തലയും കുത്തി കിടന്നാ പാല് കുടിക്കുന്നത്. നോക്കിയേ, തല കീഴായി ഒക്കെ കിടക്കുക. ലൂണയും ബെല്ലയും സിംബയും എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുക. ഇവൻ ജിംറു മാത്രം ഇത്തിരി ചട്ടമ്പിയ. എന്താ, അവൻ തള്ളി മാറ്റുക. പക്ഷെ അവന് ഒരു പേടിയില്ല. അമ്മ ഒന്നും ചെയ്തില്ല. പാവം പാവം അമ്മയാ. എനിക്ക് പോലും അധികം പരിചയമില്ല. അടുത്ത് എവിടുന്നോ വന്നതാ. പ്രസവിക്കാൻ വേണ്ടി മാത്രമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാ. ഞാൻ പാലൊക്കെ കൊടുത്തു നോക്കി. പക്ഷെ അവൻ പാലൊന്നും കുടിക്കുന്നില്ല. അവൾക്ക് എന്തോ അറിയത്തില്ല, പാലും കുടിക്കുന്നില്ല. മീനൊക്കെ കൊടുത്തു നോക്കി, എന്നിട്ടും കഴിക്കുന്നില്ല. ഈ ജിംറൂനെ കൊണ്ട് അവന് പാലിന് വേണ്ടി പോയതാണ് ചേട്ടായിയുടെ അടുത്ത്. കളിക്കുക. ഈ ചേട്ടായി ഭയങ്കര കളിയാണ്. അമ്മയുടെ അടുത്തും ഒക്കെ ഭയങ്കര കളിയാ. പിന്നെയും പാലുകുടി പാവം അമ്മ. എന്തായാലും എല്ലാരും ഒന്നിച്ചു വന്നു. എന്റെ അടിയിലൊക്കെ പോയേക്കുക. എല്ലാരും 5 പേരും കൂടെ അടിയിൽ കണ്ടോ, തള്ളി കളയുന്നുണ്ടോ, തള്ളിയിട്ട് പാല് കുടിക്കുക. തള്ളി പാല് കുടിച്ച് ഉണ്ടോ, ടയേർഡായി. ഇനി അവൾക്ക് എനിക്ക് വിശക്കുന്നു, ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരട്ടെന്നും പറഞ്ഞിട്ട് അമ്മ പോയി. അമ്മ അവിടെ എവിടെയോ പോയിട്ട്, അടുത്തുള്ള വീട്ടിൽ എവിടെയോ പോയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് വരും. അപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ അമ്മയുടെ ചൂട് കിട്ടാൻ വേണ്ടി അവിടെ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കണ്ടോ, 5 എണ്ണം കൂടെ കണ്ണ് കീറി വരുന്നതേ ഉള്ളൂ. കണ്ണ് തുറക്കണമെങ്കിൽ ഇനിയും കുറെ ദിവസം കഴിയണമല്ലോ. ഒന്നൊന്നിന്റെ പുറത്തൊക്കെ ആയിട്ട്. ഈ കാറ് സൈഡിൽ കിടക്കുന്നത് കാരണം നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാനൊരു ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അവള് കഴിച്ചിട്ട് വന്നു. അവള് എവിടെയോ പോയി എന്തോ കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് വന്നു. പിന്നെയും പാലുകുടി തുടങ്ങി. കൊച്ചു പിള്ളേര് നമ്മൾ ആലോചിക്കുക, കൊച്ചു പിള്ളേർക്ക് പാലുകുടിയോ ഉറക്കവും മാത്രമേ ഉള്ളൂ. കണ്ട 5 എണ്ണങ്ങളുടെ പാലുകുടി കണ്ട. ഗുസ്തി പിടിച്ച് വഴക്കിട്ട്. അവള് കഴിക്കുന്ന ആഹാരം മൊത്തം പാല് കുടിച്ച് തീർക്കുക. ഉറക്കം. അതിന്റെ അടുത്തൊരാൾ കിടക്കുന്നുണ്ട, ചേട്ടൻ. മൂത്ത മോനെയും കൂടെ സൈഡിൽ അക്കോമഡേറ്റ് ചെയ്തു. സാധാരണ ഇങ്ങനെ ബാക്കി പൂച്ചകളെ അങ്ങനെ ഇങ്ങനെ കിടക്കാൻ സമ്മതിക്കത്തു പോലും ഇല്ല. ഇതവൻ അനിയന്മാരുടെ കൂടെ തന്നെ അരികില് വന്ന് കിടക്കുകയാണ്. കണ്ട, ഞാൻ വന്ന് നോക്കുന്നത് കണ്ടിട്ട് അവന് അങ്ങനെ നോക്കുക. അവന് ഇത്തിരി പേടിയുണ്ട്, മൂത്തവന്. പിള്ളേരെല്ലാം ഉറക്കവും പാലുകൂടി. രാവിലത്തെ കുളിപ്പീരാണത്.
നക്കി തുടച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു. ഓരോരുത്തരെയും സൈഡിലേക്കാക്കി അമ്മ. ഉണ്ടോ? പതുക്കെ കണ്ണു തുറന്നു. അത് ബെല്ലായിക്ക് ചീറ്റുക അടുത്ത് ചെന്നപ്പോ. ഇതുവരെ കണ്ണ് കാണത്തില്ലായിരുന്നു, ഇപ്പൊ കണ്ണ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് കണ്ടോ ലൂണ അടുത്ത് കിടന്ന് ഉറങ്ങുന്നു. ജിംറു ഉറങ്ങിയിട്ടില്ല. എന്താ കുട്ടാപ്പിയാണ് വെള്ളയും ബ്ലാക്കും ആയിട്ടിരിക്കുന്നത്. ഡേയ്സ് എടുത്തു ഈ വീഡിയോ എടുക്കാൻ വേണ്ടി. എന്താ എല്ലായിട്ട് കുറച്ച് വലുതായി, കണ്ണു തുറന്നു, കുറച്ച് മിടുക്കന്മാരായി, ഇത്തിരി നല്ലതായിട്ട് നടക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഇവര് ഇവിടുന്ന് പോകുന്നില്ല. ഇത്രയും ദിവസമായിട്ട് ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക, ഒരു പേടിയേ ഇല്ല. കണ്ടോ? എല്ലാരും കൂടെ കുത്തിയിരിക്കുക. അമ്മ കഴിക്കാൻ പോയ സമയത്ത് ഞാൻ പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓടി വന്ന അമ്മ, നീ എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓടി വന്നു. കണ്ടോ? ഇവരെല്ലാം അമ്മയെ കാത്തിരിക്കുക. കണ്ണൊക്കെ തുറന്നല്ലോ. എല്ലാം നല്ല ക്യൂട്ട്. അമ്മ ഈ ബോക്സ് ഇത് കൊണ്ടുവന്ന് ഞാൻ വെച്ചു അതിൻ്റെ അകത്ത് കയറി കിടക്കാൻ വേണ്ടി. പക്ഷെ പകുതി ബോക്സിലും പകുതി പുറത്തുമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും അവര്. ഇന്നത്തെ കുളി തുടങ്ങി. ദേഹത്തെല്ലാം നക്കി പൂച്ചയെ കുളിപ്പിക്ക് വൃത്തിയാക്കുവാണ് അമ്മ വന്നിട്ട്. പിന്നെയും പാലുകൂടി തുടങ്ങി. ഉണ്ടോ? ഈ ജിംബ്രു ആണ് ഭയങ്കര അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല്, ഈ 14 ദിവസം ആയപ്പോട്ടും ഇവരിവിടുന്ന് മാറാത്തോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എടാ ഞാൻ കാറൊന്നും എടുത്തിട്ടില്ല, വാഷ് ചെയ്തിട്ടില്ല, നീ ഇവിടെ തന്നെ കിടക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടുന്ന് ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആരുമില്ല. ഇവൻ നോക്ക്, ബോക്സിലേക്ക് ഞാൻ പോയി നോക്കുമ്പോ ഒരു മനുഷ്യനും, ഒറ്റ കുഞ്ഞുങ്ങളും ഇല്ല, ഒന്നുമില്ല. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൻ ഇവിടുന്ന് പോയി, പുറത്തെവിടെയോ പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 14 ദിവസവും കഴിഞ്ഞു.